ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 86ാമത്തെ പാർട്ടാണ്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് മുറ്റത്തോട് ചേർന്നുള്ള തിണ്ണയിലിരിക്കുകയായിരുന്നു എല്ലാവരും. ഞങ്ങൾ നാളെ പോവും. ശിവയുടെ ആ ശബ്ദം ബഹളമായിരുന്ന അവിടം പെട്ടെന്ന് നിശബ്ദമായി തീർന്നു. അതെന്താ കണ്ണ ഇത്ര പെട്ടെന്ന്? ഇവരൊക്കെ ഇന്ന് വന്നതല്ലേ ഉള്ളോ? മുത്തശ്ശി ചെറിയ സങ്കടത്തോടെയാണ് ചോദിച്ചത്. എനിക്കധികം ലീവില്ല, പിന്നെ ദേവയ്ക്ക് ഓഫീസിൽ തിരക്കുകളുണ്ട്, അതുകൊണ്ട് അധികം ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഇത്രയും ദിവസമായില്ലേ, ഒരാഴ്ച കൂടെ നിന്നിട്ട് പോയാൽ പോരെ കണ്ണ? മുത്തച്ഛനാണ് അത് ചോദിച്ചത്. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ വക ട്രൈബൽസിൻ്റെ ഇടയിൽ ഒരു ക്യാമ്പുണ്ട്, 10 ദിവസത്തെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോയി പ്രിപ്പറേഷനൊക്കെ നടത്തണം, അതുകൊണ്ട് നാളെ തന്നെ ഇറങ്ങണം. ശിവ അത് പറഞ്ഞത് എല്ലാവരുടെയും മുഖത്തും സങ്കടം നിറഞ്ഞു വന്നിരുന്നു. സമയം ഒരുപാടായി, എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. മുത്തശ്ശി താങ്ങി പിടിച്ച് തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പിന്നാലെ മുത്തശ്ശനും. കുട്ടികളെല്ലാം മുത്തശ്ശിയുടെ ഒപ്പം കിടക്കുന്നതിനാൽ അവരെല്ലാവരും അവർക്ക് പിന്നാലെ പോയിരുന്നു. ശിവയും പാർവണിയും രേവതിയും ദേവയും ശിവാനിയും ആരുവും ഭദ്രു അമ്മുവും മാത്രമേ പിന്നീട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇടയിൽ ഒരു മൗനം തളം കെട്ടി നിന്നിരുന്നു. ദേവേണ്ണും കണ്ണേണ്ണും തിരക്കാണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, ദേവും പാർവണിയും കുറച്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയാൽ പോരെ? ശിവാനി അവസാന പ്രതീക്ഷ എന്ന പോലെ ചോദിച്ചു. അത് പറ്റില്ല ശിവാനി, ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കൊരു സമാധാനത്തോടു കൂടെ പോകാൻ പറ്റില്ല. ഇന്നലെ ഉണ്ടായ കാര്യം തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശിവ അത് പറഞ്ഞതും പിന്നെ ആരും നിർബന്ധിക്കാൻ പോയില്ല. ഇന്നും കൂടിയല്ലേ നമ്മളിവിടെ ഒരുമിച്ച് കാണൂ, അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാം ചേച്ചി. അമ്മു ശിവാനിയും പാർവണിയും ദേവുനെയും നോക്കി ചോദിച്ചു. അതിനെന്താ, കിടക്കാലോ. അവർ 3 പേരും ഒരുമിച്ച് സമ്മതിച്ചു. എന്നാ ഞങ്ങൾ റൂമിലേക്ക് പോവാ. അത് പറഞ്ഞ് അവർ 4 പേരും റൂമിലേക്ക് കയറിപ്പോയി. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം, ഇനി ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? അത് പറഞ്ഞ ദേവി അകത്തേക്ക് നടന്നു. ശിവാനി എന്നതിന് തിരിച്ചു പോകുന്നേ? റൂമിൽ വന്നവർ 4 പേരും കിടക്കുകയായിരുന്നു. ആ സമയമാണ് പാർവണ ചോദിച്ചത്. നിങ്ങൾ എന്തായാലും നാളെ പോകുന്ന സ്ഥിതിക്ക് ഞാൻ ഈ ആഴ്ച തന്നെ തിരികെ പോവും. ഇനി എന്നാ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇവിടെ വരിക എന്നറിയില്ല. എന്നിട്ട് കൊതി പോലും തീർന്നില്ല, ദേവ് സങ്കടത്തോടെ പറഞ്ഞു. സാരല്ല, ഇനി ഇവിടെ ചിലരുടെ എൻഗേജ്മെന്റ് ഒക്കെ അടുത്ത് തന്നെ ഉണ്ടാവും, അപ്പം നമുക്ക് കാണാലോ. ശിവാനി അമ്മുവിനെ നോക്കി പറഞ്ഞതും അമ്മു അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. അത് ശരിയാണ്, നമുക്ക് അമ്മുവിൻ്റെ എൻഗേജ്മെന്റ് അടിച്ചു പൊളിക്കണം. 2 ആഴ്ച മുമ്പെങ്കിലും ഇവിടേക്ക് വരണം. ആരും ഭദ്രയും ദേവയും ശിവയും ഒരുമിച്ച് റൂമിൽ ബെഡിലായി കിടക്കുമായിരുന്നു. ഇനി എന്താ കണ്ണ നമ്മളിവിടെ ഇങ്ങനെ ഒന്നിച്ചു കൂടുക? ഭദ്ര ശിവയ്ക്ക് നേരെ തിരിഞ്ഞു നടന്നുകൊണ്ട് ചോദിച്ചു. അതെന്ത് ചോദ്യ ഭദ്രേ, നിന്റെ എൻഗേജ്മെന്റിന് നമുക്ക് ഒരുമിച്ച് കൂടാലോ. മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് ഉടൻ തന്നെ ഉണ്ടാവുമല്ലോ. ഭദ്രയുടെ എൻഗേജ്മെന്റാ? ആരും വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, എൻ്റെ അമ്മുവിൻ്റെയും കല്യാണം ചെറുപ്പത്തിൽ തന്നെ ഉറപ്പിച്ചു വെച്ചതാ. അപ്പൊ ഇവിടെ ഞാൻ മാത്രമാണോ സിംഗിൾ പേഴ്സൺ? ഞാൻ അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല. ആരും അത് പറഞ്ഞു. അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകാൻ റെഡിയായി. ഇറങ്ങാൻ നേരം എല്ലാവരുടെയും മുഖത്തൊരു സങ്കടം നേളിച്ചിരുന്നു. അമ്മുവും ശിവാനിയും ദേവും പാർവണിയും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്നതും കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർക്കിടയിലുണ്ടായ ആത്മബന്ധം എല്ലാവർക്കും മനസ്സിലായിരുന്നു. ശിവ ഭദ്രയെ ഒന്ന് ഹഗ് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവന് പിന്നിലായി ദേവയും ദേവും പാർവണയും ഇറങ്ങി. ആരും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി യാത്ര ചോദിച്ചു. അമ്മു എന്നാ ശരി, ഇനി എൻഗേജ്മെന്റിന് കാണാം. ആരും അമ്മുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവളുടെ കുറച്ചപ്പുറത്തായി ശിവാനി നിൽക്കുന്നുണ്ടായിരുന്നു. ആരും തന്നെ മൈൻഡ് ചെയ്യാതെ ഒരു വാക്ക് പോലും പറയാതെ പോകുന്നത് കണ്ട് അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവരെ യാത്രയാക്കാൻ വേണ്ടി മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. അതുകൂടെ മുന്നോട്ട് നടന്ന ആരു ഒരു ചിരിയോടെ തിരികെ ശിവാനിയുടെ അരികിലേക്ക് വന്നു. ശിവാനി എന്താ എന്ന രീതിയിൽ അവനെ നോക്കിയതും ഒരു പുഞ്ചിരിയോടെ അവൻ അവൾക്ക് നേരെ കൈനീട്ടി. എന്നാൽ ഞാൻ പോയിട്ട് വരാം.
അവൻ അതേ പുഞ്ചിരിയോടെ പറഞ്ഞതും ശിവാനി ചെറിയൊരു സംശയത്തോടെ അവന് കൈ കൊടുത്തു. ബൈ. ആരും അവളെ നോക്കി പറഞ്ഞു. ബൈ. അവളും തെളിച്ചമില്ലാത്ത രീതിയിൽ പറഞ്ഞു. അത് കേട്ട് ആര് തൻ്റെ കൈ തിരികെ എടുത്തതും ശിവാനി തൻ്റെ കയ്യിലേക്ക് അത്ഭുതത്തോടെ നോക്കി. ആരുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെയിനായിരുന്നു അത്. ചെയിനിൻ്റെ അറ്റത്തായി എ എന്നെഴുതിയ ഒരു ലോക്കറ്റുമുണ്ട്. ശിവാനി തൻ്റെ കയ്യിലുള്ള ചെയിനിലേക്ക് ആരുവിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ മാറി മാറി നോക്കി. നമ്മളിനി എന്നാ കാണുമെന്നറിയില്ലല്ലോ, അപ്പം എന്നെ മറക്കാതിരിക്കാൻ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് തൻ്റെ കയ്യിലിരിക്കട്ടെ. അത് പറഞ്ഞ ആരു മുറ്റത്തേക്ക് ഇറങ്ങി. എന്തുകൊണ്ടോ തന്നിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ ശിവാനിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ആരു, നീ വേണമെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരുന്നോ, ഞാൻ ബാക്ക് സീറ്റിലിരുന്നോളാം, ശിവ അവനോടായി പറഞ്ഞു. ഓ വേണ്ട അളിയാ, അളിയൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ എൻ്റെ പെങ്ങന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട്, ശിവയുടെ ഉദ്ദേശം മനസ്സിലായ ആരു പറഞ്ഞു. അത് കേട്ട് ശിവ മുഖം ഉയർപ്പിച്ചുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. ആര്യേ, നീ വേണമെങ്കിൽ കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നോട്ടാ, ഞാൻ ബാക്കിലിരുന്നോളാം, കുറച്ചു മുമ്പ് ശിവ പറഞ്ഞ് കേൾക്കാതെ വന്ന് ദേവാരുവിനോടായി പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ ബാക്കിലിരിക്കാൻ ഇത്ര വലിയ ആഗ്രഹം? ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ട് അങ്ങോട്ട് പോയതാണല്ലോ, അപ്പോഴേക്കും അടുത്ത ആള്, ആര് സംശയത്തോടെ ചോദിച്ചു. അല്ല, മുന്നിലാവുമ്പോൾ നിനക്ക് സുഖമായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാലോ, ബാക്ക് സീറ്റിലാവുമ്പോൾ തിക്കി തിരക്കി ഇരിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ വേണ്ട, ദേവേട്ടൻ ബാക്ക് സീറ്റിലിരുന്നോ, പുറത്തെ കാഴ്ചകളൊക്കെ കാണാം എനിക്ക് കേട്ടാ, നിങ്ങൾ രണ്ടുപേരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു. ബാക്ക് സീറ്റിൽ ദേവുവിൻ്റെയും പാർവണയുടെയും ഇടയിൽ കയറിയിരുന്നു. അത് കണ്ട് ദേവ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. എല്ലാവരും കാറിൽ കയറിയതും ശിവ കാർ മുന്നോട്ടെടുത്തു. തറവാട്ടിൽ നിന്ന് അകന്നു പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും ഒരു സങ്കടം നിറഞ്ഞിരുന്നു. പോകുന്ന വഴി മുഴുവനും ശിവയുടെയും ദേവയുടെയും കണ്ണുകൾ ഫ്രണ്ടിലെ മിററിലൂടെ കാണുന്ന പാർവണയിലും ദേവതയിലും ആയിരുന്നു. ആളിയോ, നേരെ നോക്കി വണ്ടി ഓടിച്ചോ, ഇല്ലെങ്കിൽ നമ്മളാരും വീട്ടിലേക്ക് എത്തില്ല കേട്ടോ, ആരു അത് കണ്ട് കളിയാക്കി പറഞ്ഞു. ശിവ അവനെ നോക്കി തറപ്പിച്ചു നോക്കി ഡ്രൈവറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പോകുന്ന വഴി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച ശേഷം അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. ആരു, ഞാൻ പറഞ്ഞ ഫയൽസൊക്കെ നീ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നിരുന്നോ? അകത്തേക്ക് കയറിയതും ദേവ അവനോടായി ചോദിച്ചു. കൊണ്ടുവന്നിട്ടുണ്ട് ദേവേട്ടാ, എൻ്റെ റൂമിലുണ്ട്, ഞാനിപ്പോൾ എടുത്തിട്ട് വരാം, അത് പറഞ്ഞ ആരു സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. ദേവേൻ്റെ ഓഫീസിലെ ഫയൽ എങ്ങനെ ആരുവിൻ്റെ കയ്യിൽ? മുകളിലേക്ക് കയറി പോകുന്നതിനിടെ പാർവണ സംശയത്തോടെ ശിവയോട് ചോദിച്ചു. ആരു ഇപ്പോൾ നമ്മുടെ ഓഫീസിലാണ്, അവൻ മാത്രമല്ല ആർദ്രവും ഉണ്ട്, എൻ്റെ വർക്കുകളും മറ്റെല്ലാം ഇപ്പോൾ അവർ രണ്ടുപേരും ചേർന്നാണ് നോക്കിയിരിക്കുന്നത്, അവർ വന്നതോടുകൂടെ ദേവയ്ക്കും കുറച്ച് സമാധാനമായിട്ടുണ്ട്. ശിവ പാർവണിയുടെ തോളിലൂടെ കൈയിട്ട് മുകളിലേക്ക് നടന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ ഉള്ളൂ ദേവേട്ട, ഇന്നിനി ഓഫീസിൽ പോകണോ? ഓഫീസിൽ പോകാൻ റെഡിയാകുന്ന ദേവയെ നോക്കി ദേവ് ചോദിച്ചു. പോകണം, ഇന്നലത്തെ വർക്കുകൾ തന്നെ പെൻഡിങ് ആയിരിക്കും, ഇന്ന് കൂടെ പോയില്ലെങ്കിൽ അത് ഓവർലോഡാവും. എന്നാലും ഇല്ല, എൻ്റെ ഭാര്യ ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കേ, ചേട്ടൻ പോയിട്ട് വേഗം വരാം, രേവതിയുടെ കവിളി പിടിച്ചുകൊണ്ട് ദേവ പറഞ്ഞു. എന്നാൽ ഞാനും വേഗം റെഡിയാവാം, നമുക്കൊപ്പം പോവാം, രേവതി തിരക്കിട്ട് പറഞ്ഞു. വേണ്ട ഭാര്യയെ, നിനക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വന്ന് ചെയ്യേണ്ട വർക്കൊന്നും അവിടെ ഇല്ല, സമാധാനമായിട്ട് നാളെ വന്നാൽ മതി, അത് പറഞ്ഞ് ദേവ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശേഷം അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. പോകുന്ന വഴി ആരുവിൻ്റെ മുറിയിൽ നിന്ന് ആവശ്യമുള്ള ഫയലുകൾ എടുത്തിട്ടാണ് ദേവ പോയത്. നിനക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയതും ശിവ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അവൾ കണ്ണുമൊഴിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ പറയാം, അല്ല കാണിച്ചു തരാം, അത് പറഞ്ഞ ശിവ റൂമിൻ്റെ ലോക്ക് തുറന്നു അകത്തേക്ക് നടന്നു. അവന് പിന്നാലെ പാർവണയും. റൂമിൻ്റെ അകത്തേക്ക് നടന്ന പാർവണ ശരിക്കും ഞെട്ടിയിരുന്നു. റൂമിലെ സെറ്റിങ്സ് എല്ലാം മാറ്റിയിരിക്കുന്നു. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലായി ഫുള്ളൊരു നിരാശ കാമുക വൈബായിരുന്നു ആ റൂം മുഴുവൻ. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. ലൈറ്റ് പിങ്ക് കളർ പെയിൻ്റാണ് റൂമിലെ ചുമരിൻ്റെ ഒരു ഭാഗം മുഴുവൻ പാർവണയുടെയും ശിവയുടെയും കുറേ ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട്. കർട്ടനുകളെല്ലാം മാറ്റി പുതിയവയാക്കി. അതും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പർപ്പിൾ കളറായിരുന്നു. ബെഡിൻ്റെയും ടേബിളിൻ്റെയും പൊസിഷനെല്ലാം മാറ്റിയിട്ടുണ്ട്. അതും എല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. എന്താ ശിവ ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം?
അവൾ അവനെ നോക്കി ചോദിച്ചു. എന്തേ, നിനക്ക് ഇഷ്ടമായില്ലേ? ഇതെല്ലാം നിനക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കണേ. ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ? അപ്പം നിന്റെ ഇഷ്ടങ്ങളോ? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഇത്രയും കാലം ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ നടന്നിരുന്നേ, എല്ലാം ചെയ്തിരുന്നതും. പക്ഷേ ഇപ്പം എനിക്ക് അതിനേക്കാൾ വലുത് നിന്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളോ. അതുകൊണ്ട് ഇവിടെ ഒന്ന് മാറ്റം വരുത്താന്ന് കരുതി. താങ്ക്സ്. അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ പറഞ്ഞു. എനിക്ക് നിന്റെ താങ്ക്സ് ഒന്നും വേണ്ട. പകരം ആവശ്യമുള്ളത് സമയമാകുമ്പോൾ ഞാൻ തന്നെ എടുത്തോളാം. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോയേ, ഒരു റൊമാൻസും കൊണ്ട് വന്നിരിക്കണു. മുഖത്തുള്ള നാണം മറച്ചു വെക്കാനായി അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു. അതെന്താ, എനിക്ക് റൊമാൻസ് വരാൻ പാടില്ലേ? നീയല്ലേ പറയാറ് ഞാൻ ഒറ്റ റൊമാൻറ്റിക് അല്ലാന്ന്. ഇപ്പൊ റൊമാൻറ്റിക് ആയതാണോ കുറ്റം? അവൻ അവളുടെ അരികിലേക്ക് വീണ്ടും നടന്നു വന്നുകൊണ്ട് ചോദിച്ചു. അയ്യോ മതി, ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തിരിക്കണു. അവൾ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നിന്റെ ഇഷ്ടങ്ങളൊക്കെ കൂടിപ്പോയാൽ ഒരു 2 കൊല്ലം മാത്രമേ ഞാൻ പരിഗണിക്കൂ. അതെന്താ 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യോ? അവൾ അവന് മുന്നിൽ കൈ കെട്ടിയെന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ മരണത്തോടെ അല്ലാതെ ഇനി എന്നിൽ നിന്ന് നിന്നെ പിരിക്കാൻ കഴിയില്ല. എന്നിൽ നിന്ന് അകന്ന് പോകണമെന്ന് നീ വിചാരിച്ചാലും അതിന് കഴിയില്ല പാർവണ. ശിവ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ ഒരു 2 കൊല്ലത്തിൻ്റെ കണക്ക്? അവളുടെ മുഖത്ത് ഗൗരവമാണെന്ന് മനസ്സിലായതും പാർവണ അവനെ തണുപ്പിക്കാനായി മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ വാവ ഇങ്ങോട്ട് വരില്ലേ, അപ്പം പിന്നെ അവളുടെ ഇഷ്ടത്തിനല്ലേ ഇവിടെയൊക്കെ എന്ത് നടക്കൂ. ഓഹോ, അപ്പോൾ ഇപ്പം തന്നെ ഉറപ്പിച്ചോ അവളായിരിക്കുന്ന? പിന്നല്ലാതെ, നിന്നെ പോലെ ഒരു കുഞ്ഞാവ. ശിവ അവളുടെ നെറുകയിൽ ഉമ്മ പറഞ്ഞു. സംസാരിച്ചെന്ന് മറ്റൊരു കാര്യം പറഞ്ഞു. നിനക്ക് വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. അത് പറഞ്ഞ് ശിവ അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടുത്തെ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ ശിവ, ഇവിടെയും നീ മാറ്റം വരുത്തിയ? പുറത്തേക്ക് ഇറങ്ങിയ പാർവണ നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു. എന്നാൽ ശിവ മറുപടിയായി ഒന്നും പറയാതെ ഗ്ലാസ് ഡോറിൽ കൈകെട്ടി ചാരി നിൽക്കുക മാത്രമാണ് ചെയ്തത്. മുൻപ് ബാൽക്കണിയിലായി ഒരു ടേബിളും ടേബിളിൻ്റെ അരികിലായി 2 ചെയറുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറ്റി ബാൽക്കണിയിലെ റീലിൻ്റെ സൈഡിനോട് ചേർന്ന് കുറേ ചെടികൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് ടേബിൾ കിടന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഊഞ്ഞാലാണ്. ഒരാൾക്ക് കിടക്കാൻ വലിപ്പമുള്ള ഒരു ഊഞ്ഞാൽ, അതിന് കുറച്ചപ്പുറത്തായി ഒരു ചെയറും. ഹായ്, അത് പറഞ്ഞ് പാർവണ വേഗം ഊഞ്ഞാലിൽ കയറിയിരുന്നു. അവളുടെ മുഖത്ത് മിന്നു മറയുന്ന ഭാവമാറ്റങ്ങൾ കണ്ട് ഒരു ചിരിയോടെ ശിവ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. ശിവ കുറച്ചു നേരം അവളുടെ അരികിലേക്ക് ഇരുന്ന ശേഷം റൂമിലേക്ക് തിരികെ വന്നു. കബോർഡിൽ നിന്നും ടവലും എടുത്ത് അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി. തിരികെ വന്നപ്പോഴും പാർവണ ഊഞ്ഞാലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഡി, പോയി കുളിക്കാൻ നോക്കിയേ. ശിവ തൻ്റെ കയ്യിലുള്ള ടവൽ അവളുടെ തോളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ഇനി എന്ത് കുളിക്കാൻ? ഞാൻ രാവിലെ കുളിച്ചിട്ടല്ലേ ഇവിടേക്ക് വന്നേ. അതിന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് പോയി കുളിക്കടേ. കുളിച്ചോന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാന്നും പോണില്ല. അതിനെന്താ ശിവ, നമ്മൾ കാറിലല്ലേ വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നും പറ്റില്ല, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. പ്ലീസ്, ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം കുളിക്കാം. ഇപ്പം എനിക്ക് കുളിക്കാൻ വയ്യ. നിനക്ക് വയ്യാത്തതല്ല, ഇത് മടിയാണ്, കുളിക്കാനുള്ള മടി. ആങ്ങളക്കും പെങ്ങൾക്കും കുളിക്കാനും ഒരേപോലെ മടിയാണല്ലോ. ശിവ. പാർവണ. ശിവ നീട്ടി കുളിഞ്ഞും പാർവണ മുഖം വീർപ്പിച്ചുകൊണ്ട് ചവിട്ടിത്തുള്ളി നേരെ ബാത്റൂമിലേക്ക് പോയി. പാർവണ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ശിവ ബെഡ് റെസ്റ്റ് ചാരിയിരുന്ന് കണ്ണടച്ചിരിക്കുകയാണ്. എന്താ ശിവേ, വയ്യേ? തല തോർത്തിക്കൊണ്ട് അവൾ ശിവയുടെ അരികിൽ വന്നിരുന്നു. ഒന്നുമില്ല, ഉറക്കക്ഷീണം, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്നാൽ നീ റെസ്റ്റ് എടുത്തു, ഞാൻ താഴേക്ക് പോവാ. അവൾ കയ്യിലുള്ള ടവൽ സ്റ്റാൻഡ് വിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ നിന്ന് അത് പറഞ്ഞ ശിവ അവളെ തൻ്റെ അടുത്തിലേക്ക് പിടിച്ചു വരുത്തി. എന്താ ശിവ, നീ ഇപ്പം താഴേക്ക് പോണ്ട, ഇവിടെ കിടക്കുക, എനിക്കൊന്ന് ഉറങ്ങണം. നീ ഉറങ്ങിക്കോ ശിവ, അതിൽ ഞാനെന്തിനാ ഇവിടെ ഇരിക്കണേ? അത് കേട്ടതിന് ശിവ ദേഷ്യത്തോടെ അവളെ ഒരു നോട്ടം നോക്കി. അത് കണ്ട് വേഗം പാർവണ അവൻ്റെ അരികിൽ കിടന്നു. അത് കണ്ട് ശിവയ്ക്ക് ചിരി വന്നെങ്കിലും മുഖത്ത് അത് കാണിച്ചില്ല. അവൻ അല്പം താഴ്ന്ന അവളുടെ വയറിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് കിടന്നു. പാർവണ പതിയെ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് കിടന്നു. ഞാൻ ഉറങ്ങിയാലും നീ എണീറ്റ് പോരുതട്ടാ, ഇവിടെ കിടക്കണം എൻ്റെ കൂടെ. ശിവ തല ഉയർത്തി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല, എന്നാലും ഇവിടെ ഇരിക്കാം. നീ എന്താ ഇന്നലെ ഉറങ്ങാഞ്ഞേ? എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നാ?
ഇല്ല, നീ കൂടെ ഇല്ലാതെ എനിക്ക് ഇപ്പോൾ ഉറക്കാൻ പോലും പറ്റുന്നില്ല അടി. അവളെ ഒന്നുകൂടെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ടാവും പറഞ്ഞു. എനിക്കും അതെ ശിവ, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. അവളുടെ ചൂടേറ്റ് ശിവ പതിയെ ഉറങ്ങി തുടങ്ങി. അവനെ നോക്കി കിടന്ന് പാർവണി എപ്പോഴോ തുടങ്ങിയിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശിവയെ അവിടെ എവിടെയും കാണാനായിരുന്നില്ല. അവൾ മുടിയെല്ലാം വാരിക്കെട്ട് ബാൽക്കണിയിലേക്ക് പോയി നോക്കി. പക്ഷെ അവിടെ അവനെ കാണാനില്ല. സമയം നോക്കുമ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. അവൾ മുഖമെല്ലാം കഴുകി താഴേക്ക് ചെല്ലുമ്പോൾ അമ്മയും ആരും ദേവും ചായ കുടിക്കുകയായിരുന്നു. പാർവണ നേരെ അമ്മയുടെ അരികിൽ വന്നിരുന്നു. ശിവ എവിടെ അമ്മ? അവൻ ഹോസ്പിറ്റലിൽ പോയി മോളെ. മോള് ഉറങ്ങാണ്, വിളിക്കണ്ടെന്ന് പറഞ്ഞു. അതാ പിന്നെ ഞങ്ങൾ വിളിക്കാഞ്ഞേ. എന്നോട് പറയാതെ പോയല്ലേ, പാർവണ മനസ്സിൽ പരുവത്തോടെ പറഞ്ഞു. പാർവണ മൈൻഡ് പോലും ചെയ്യാതെ ആരും ദേവും എന്തോ സംസാരത്തിലാണ്. ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഓഫീസിലെ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്ന് പാർവണയ്ക്ക് മനസ്സിലായി. മോള് പോയപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുകയാണെന്ന് പറഞ്ഞ് ദേവയും ഒപ്പം ദേവും ഓഫീസിൽ പോകാൻ തുടങ്ങി. പാർവണ അന്തം വിട്ടിരിക്കുന്നത് കണ്ട് അമ്മ പറഞ്ഞു. ആണോ? എനിക്ക് ഓഫീസിൽ പോകണമെന്നുണ്ട്. ശിവയോടൊന്ന് ചോദിച്ചു നോക്കണം. മോള് ചോദിച്ചു നോക്കാം, അവൾ സമ്മതിക്കും, അമ്മയും പറഞ്ഞു. രാത്രി ഒരുപാട് നേരമായിട്ടും ശിവ തിരിച്ചു വന്നില്ല. താൻ വൈകുമെന്നും ഭക്ഷണം കഴിച്ച് കിടക്കുമെന്നും അവൻ പാർവണയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവനില്ലാത്തത് കൊണ്ട് തന്നെ കാര്യമായി ഭക്ഷണമൊന്നും കഴിക്കാതെ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ എണീറ്റ് പോയി. ബാൽക്കണിയിൽ ശിവയെ കാത്തിരുന്ന പാർവണ അവനെ ആദ്യമായി കണ്ട കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. നമ്മൾ വിചാരിക്കും പോലൊന്നല്ല നമ്മുടെ ജീവിതം. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ശിവ എൻ്റെ പാതിയായിട്ട് കിട്ടുന്നു. അന്ന് ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്നപ്പോൾ മനസ്സിൽ കരുതിയത് ഈ താലി അധികകാലം ഉണ്ടാവില്ല എന്നാണ്. കാരണം അവൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല വിവാഹം കഴിച്ച്. പക്ഷേ ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി അവൻ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും മനസ്സിലെവിടെയോ ഒരു പേടിയായി സത്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവനില്ലാത്തൊരു നിമിഷം പോലും എനിക്കിപ്പോൾ കഴിയാൻ പറ്റുന്നില്ല. തിരിച്ച് അവനും അങ്ങനെ തന്നെയാണ്. ഈ സ്നേഹം ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവൾ ഓരോന്നാലോചിച്ച് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കഴുത്തിലൊരു ചുടുനിശ്വാസം തട്ടിയപ്പോൾ പാർവണ ഞെട്ടിപ്പഴഞ്ഞെഴുന്നേറ്റു. ചുറ്റും ഇരുട്ടാണ്. എങ്കിലും അവൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഞാനെപ്പോഴാണ് റൂമിലെത്തിയേ? ഇവനെപ്പോഴാണ് വന്നേ? അവൾ സംശയത്തോടെ ബെഡിൽ നിന്ന് എണീക്കാൻ നിന്നതും ശിവ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എങ്ങോട്ടാടി? അവൻ ചോദിച്ചു. നീ എപ്പോഴാണ് വന്നേ? കുറച്ച് നേരമായി. നീ എന്താ ഈ തണുപ്പത്ത് ബാൽക്കണിയിൽ പോയി കിടക്കണേ? എന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ നിൽക്കരുതെന്ന്? ഡോർ ലോക്ക് ചെയ്തിട്ട് അകത്തിരിക്കണം, അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് നിന്നെ നോക്കിയെന്ന് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. ഇനി അങ്ങനെ നിൽക്കരുത്. ശരി ശിവ, നീ ഭക്ഷണം കഴിച്ചോ? പുറത്തുനിന്ന് കഴിച്ചു. സാധാരണയുള്ള സംസാരം ആയിരുന്നില്ല അവന്. എന്തെങ്കിലും ടെൻഷനുണ്ടോ ശിവ? പാർവണ അവനോടായി ചോദിച്ചു. എന്നാൽ ശിവ ഒന്നും മിണ്ടാതെ അവളുടെ മാറിലേക്ക് മുഖം വെച്ചുകൊണ്ട് കിടന്നു. പാർവണ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ നാളെ വയനാട്ടിലേക്ക് പോകും. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ക്യാമ്പുള്ള കാര്യം? അത് കേട്ടതും അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്ന പാർവണയുടെ കൈ നിശ്ചലമായി. അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അതെ, പക്ഷെ അവിടെ ചില പ്രോബ്ലംസ് ഉണ്ട്. അവിടെ ആദിവാസികൾക്കിടയിലാണ് ക്യാമ്പ്. അവർ സൊസൈറ്റിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരല്ലേ. അതുകൊണ്ട് പുറത്തുനിന്ന് അങ്ങനെയുള്ള ക്യാമ്പൊന്നും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ച് എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ അവിടേക്ക് പോകണം. കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി ക്യാമ്പ് നല്ല രീതിയിൽ നടത്തണം എന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയതാ, പക്ഷെ പറ്റുന്നില്ല. മാത്രമല്ല കുറച്ച് പാവങ്ങൾക്ക് വേണ്ടിയല്ലേ. എത്ര ദിവസമാണ് ക്യാമ്പ്? 10 ദിവസം. പക്ഷേ അവനൊന്ന് പറഞ്ഞു നിർത്തി. എന്താ ശിവ? അയാൾ വിളിച്ചിരുന്നു, എൻ്റെ ഡാഡി. ബിസിനസ്സിൻ്റെ എല്ലാ പേപ്പേഴ്സും ദേവയുടെ പേരിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലണമെന്ന്. ദേവേൻ്റെ കാര്യമില്ലേ, അപ്പം പോകണമല്ലോ, പാർവണ പറഞ്ഞു. 15 ദിവസമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ള സമയം. അതിനുള്ളിൽ ഞാൻ അയാളുടെ അടുത്ത് എത്തണം. 10 ദിവസത്തെ ക്യാമ്പുണ്ട്. ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ അവിടേക്ക് തിരിച്ചു പോകേണ്ടി വരും. അവിടെ ഒരു 10 ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. മൊത്തത്തിൽ 20 ദിവസം നമ്മൾ പിരിഞ്ഞിരിക്കണം. ശിവ അത് പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് പാർവണ.
പക്ഷേ അവളുടെ ഉയർന്ന രീതിയിലുള്ള ഹൃദയമിടിപ്പ് അവൻ്റെ കാതിൽ അവന് കേൾക്കാമായിരുന്നു. അവളൊരു തേങ്ങലോടെ വിളിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് തീർന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. കമൻ്റ് ഇടാൻ മറക്കരുത്. ബൈ.